ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം ചതുർദശോ അധ്യായഃ. 14-ാമത്തെ അധ്യായം മുതൽ ചിത്രകേതു ഉപാഖ്യാനമാണ്. അതായത് വൃത്രാസുരന്റെ പൂർവജന്മ കഥ. 4 അധ്യായം കൊണ്ടാണ് ചിത്രകേതു ഉപാഖ്യാനം വിസ്തരിച്ച് പറയുന്നത്. സ്വാഭാവികമായും ഒരു ആസുരികമായ രൂപഭാവങ്ങളോടെ ജനിച്ച വൃത്രാസുരൻ പക്ഷേ ആ യുദ്ധമുഖത്ത് പ്രകടിപ്പിച്ച അസാമാന്യ ധൈര്യം, അതുപോലെ തന്നെ ജ്ഞാനം, ഭക്തി, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇവിടെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ ആധ്യാത്മിക യാത്ര തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഓരോരോ ജന്മങ്ങളിലും നമുക്ക് ആ സ്പാർക്ക് ഉണ്ടാകും. അതായത് എല്ലാവർക്കുമൊന്നും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നില്ല. ഈശ്വര വിശ്വാസികളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ആധ്യാത്മിക കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. ഇതും ഭഗവാൻ ഗീതയിൽ പറഞ്ഞതാണ്. അതിൽ തന്നെ ആ താല്പര്യത്തിൽ എന്തെങ്കിലും കേട്ടു തുടങ്ങിയാൽ അതിനൊരു തുടർച്ച, സ്ഥിരമായി കേൾക്കുക എന്ന ശീലവും വളരെ കുറച്ചു പേർക്കേ ഉണ്ടാവുകയുള്ളൂ. ഇനി ആ ശീലത്തിൽ എല്ലാ ദിവസവും കേൾക്കുമെങ്കിലും, എല്ലാ സത്സംഗങ്ങളിലും പങ്കെടുക്കുമെങ്കിലും അത് ജീവിതത്തിൽ പകർത്തണമെന്ന തോന്നൽ വളരെ കുറച്ചു പേർക്ക്, അതിലും കുറച്ചു പേർക്കേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ച് ഈ ജന്മത്തിൽ തന്നെ ഒരു മുക്താവസ്ഥ, അതായത് സ്വാതന്ത്ര്യം, സർവതന്ത്ര സ്വാതന്ത്ര്യം, ഒന്നിനോടും ബന്ധമില്ലാത്ത അവസ്ഥ കൈവരിക്കുന്നത് ഒരു പക്ഷേ 4-5 പേർ മാത്രമായിരിക്കും. അതായത് ഒരു ലക്ഷക്കണക്കിന് വിശ്വാസികളെ എടുത്താൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം തോന്നുന്നത് ഒരു 10,000 പേർക്കാണെങ്കിൽ അതിനൊരു സ്ഥിരതയുള്ളത് 1000 പേർക്കായിരിക്കും. ആ സ്ഥിരതയുള്ളവരിൽ ഒരു 50 പേർക്ക് അതൊന്ന് ജീവിതത്തിൽ പകർത്താം എന്ന് തോന്നും. ആ പകർത്തുന്നവരിൽ ഒരു 5-10 പേർക്കാണ് അതിനൊരു സ്ഥിരത, മനസ്ഥൈര്യം കൈവരിക്കാൻ സാധിക്കുക. അത്രയും ധൈര്യം വേണ്ട ഒന്നാണ് ഈ ആധ്യാത്മികത. കാരണം ആ ആധ്യാത്മികതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് വെച്ചാൽ, അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവായി ചിന്തിക്കുന്നവരുടെ അടുത്തൊന്നും പിന്നെ നമുക്ക് അധികം ഇടപഴകാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നിന്ന് പോലും നമുക്കൊരു പിന്മാറ്റം ആവശ്യമായി വന്നേക്കാം. അതൊക്കെ നമ്മെ ഈ ലോക ജീവിതത്തിൻ്റെ ഒരു അളവുകോൽ എടുത്ത് നോക്കുമ്പോൾ അത് ശരിയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ എവിടെയൊക്കെ നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രബലത വർദ്ധിക്കുന്നുവോ അവിടെയൊന്നും പിന്നീട് ഇത്തരത്തിലുള്ളവർക്ക് നിൽക്കാൻ സാധിക്കില്ല. എന്തിന്? നമ്മൾ കൂടുതൽ ഈ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിവാഹം പോലെയുള്ള അത്തരം കൂടിച്ചേരലുകൾ പോലും നമ്മെ ശ്വാസം മുട്ടിക്കും. അതുകൊണ്ടാണ് ഈ യാത്ര ദുഷ്കരമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ധൈര്യപൂർവം പുറകോട്ട് മാറാൻ സാധിക്കണം. അതിൽ കുറ്റം കണ്ടെത്തുന്നവരെ ശ്രദ്ധിക്കാതെ ഇരിക്കാനുള്ള ഒരു മനോധൈര്യം വേണം. എല്ലാറ്റിനുമപ്പുറം
ഞാനും എൻ്റെ ഭഗവാനും കൂടെയുള്ള ഈ ജീവിതത്തിൽ ആര് വന്നാലും ആര് പോയാലും എനിക്കതൊരു വിഷയമല്ല എന്ന സ്ഥൈര്യം നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ച ഓരോ ജന്മത്തിലും നമ്മൾ പോലും അറിയാതെ നമ്മെ തേടി വരും. അങ്ങനെയുള്ളവർക്കാണ് ഈ സത്സംഗങ്ങളിലൊക്കെ ഇത്രയധികം താല്പര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഇത്രയും ജ്ഞാനിയായി എന്നാൽ എന്തുകൊണ്ട് ആസുരിക ജന്മം ലഭിച്ചു? ആ കഥയാണ് പറഞ്ഞ് തുടങ്ങാൻ പോകുന്നത്. ആദ്യം തന്നെ പരീക്ഷത്തിന്റെ ചോദ്യമാണ്. ഒന്നാമത്തെ ശ്ലോകം. രജഃ തമഃ സ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാപ്മനഃ നാരായണേ ഭഗവതി കഥം ആസീത് ദൃഢാ മതിഃ. ഹേ ബ്രഹ്മൻ, രജ തമ സ്വഭാവസ്യ, രജോ ഗുണത്തിൻ്റെതായ ആ എടുത്തുചാട്ടം, തമോ ഗുണത്തിൻ്റെതായ ആസുരിക ഭാവം, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളവനും അതുകൊണ്ട് തന്നെ ആസുരിക ശക്തി കൂടുമ്പോൾ പാപിയായിരിക്കണം. അങ്ങനെ പാപിയും ആയിട്ടുള്ള വൃത്രസ്യ, ഈ വൃത്രാസുരന് ഭഗവതി നാരായണേ, ഭഗവാനായ ശ്രീനാരായണനിൽ ഇത്രയും ദൃഢാമതി, ഉറച്ച ബുദ്ധി, കഥം ആസീത്, എങ്ങനെ ഉണ്ടായി, അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന പരീക്ഷത്തിന്റെ ചോദ്യമാണ് ആദ്യം. ഇവിടെ നമുക്കൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് പരീക്ഷത്തിനും. കാരണം ഭക്തൻ എന്ന് പറയുമ്പോൾ അവൻ്റെ രൂപത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടാകണം എന്ന് നമ്മളും വിശ്വസിക്കുന്നു. എപ്പോഴും കുളിച്ച് കുറിയിട്ട രൂപം, പറ്റിയാൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ ആധ്യാത്മികത വിളിച്ചോതുന്ന മാലകൾ, മോതിരം, പിന്നെ എപ്പോഴും അമ്പലത്തിൽ പോവുക, നമസ്തേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആചരണം, പിന്നെ അതുപോലെയുള്ള വസ്ത്രധാരണം, ആധുനികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വസ്ത്രധാരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളോ ഒന്നും ഇല്ലാത്ത, ഇങ്ങനെയൊക്കെയാണ് ഒരു ഭക്തൻ. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. അതായത് പുറമേയുള്ള ഒരാളുടെ രൂപഭാവത്തിലാണ് ഭക്തി എന്ന് നമ്മളും ചിന്തിക്കുന്നു. അത് തന്നെയാണ് പരീക്ഷിത്ത് ചോദിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകം. ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ച അമലാത്മനാം ഭക്തിഃ മുകുന്ദചരണേ ന പ്രായേണ ഉപജായതേ. പൊതുവെ നമ്മൾ പറയുന്ന ശുദ്ധ സത്വാനാം, ഇവിടെ മാനസികമായ തലമാണ് എടുക്കുന്നത്. വിശുദ്ധ സാത്വിക ഗുണമുള്ളവരും അമലാത്മനാം, നിർമ്മലമായ അന്തഃകരണന്മാരും ആയിട്ടുള്ള, പക്ഷേ ദേവന്മാരൊക്കെ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അപ്പോഴും സംശയമാണ്. അതാണ് നമ്മൾ പുറമേക്കുള്ള ഒരു രൂപത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ദേവന്മാരൊക്കെ ഭക്തന്മാരാണ് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ദേവാനാം, ദേവകൾക്കും, ഋഷീണാം ച, ഋഷികൾക്ക് പോലും യഥാർത്ഥത്തിൽ മുകുന്ദചരണേ, മുകുന്ദന്റെ തൃപാദത്തിൽ ഭക്തി, ഭക്തി ഉറക്കുക എന്നത് പ്രായേണ ന ഉപജായതേ, മിക്കവാറും ഉണ്ടാകാറില്ല. അതായത് ഭക്തി എന്നത് മനസ്സിന്റെ ഉയർന്ന ഒരു തലമാണ്. അപ്പോൾ നമ്മൾ ഭക്തരായി കണക്കാക്കുന്ന പുറമേക്ക് ചില ആളുകളെ, പ്രത്യേകതരം ആളുകളെ നമ്മൾ ഭക്തരായി കണക്കാക്കാറുണ്ട്. പക്ഷെ ശരിക്കും അവരും ഭക്തരാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഭക്തി അത്ര എളുപ്പമല്ല. അത് മനസ്സിന്റെ ഒരു തലമാണ്. മാത്രമല്ല യഥാർത്ഥ ഭക്തിയുള്ളവർ അതെവിടെയും പ്രകടിപ്പിക്കുകയും ഇല്ല. ഇനി ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ശ്ലോകങ്ങളായിട്ട് പറയുന്നു. അതായത് വളരെ അധികം വിശ്വാസികളുണ്ട്, പക്ഷെ അതിൽ കുറച്ചു പേർക്ക് മാത്രമാണ് ഇതിനൊക്കെ ഒരു താല്പര്യം തോന്നുന്നത്. അതാണ് ആ ഭക്തിയുടെ ദുർലഭത്വം. മൂന്നാമത്തെ ശ്ലോകം. രജോഭിഃ സമസംഖ്യാതാഃ പാർത്ഥിവൈഃ ഇഹ ജന്തവഃ തേഷാം യേ കേചന ഈഹന്തെ ശ്രേയോ വൈ മനുജാദയഃ. ഇഹ, ഈ
ലോകത്ത് ജന്തവഹ ജീവരാശികൾ പാർത്ഥിവൈഹി പൃഥുവി, അപ്പോൾ പാർത്ഥിവം എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള, രജോഭിഹി, ഇവിടെ രജസ് എന്നതിന് പൊടി എന്നർത്ഥം, ഭൂമിയിലുള്ള മൺതരികൾക്ക് തുല്യം, ഏകദേശം അത്ര തന്നെ എന്ന് പറയാം. സമസംഖ്യാതഃ, ഇതൊരു തുല്യ കണക്കല്ല, അസംഖ്യം എന്ന അർത്ഥത്തിലാണ്. അസംഖ്യം ജീവരാശികൾ ഈ ഭൂമിയിലുണ്ട്. അതിൽ തന്നെ തേഷാം യേ കേചന, ഏതാനും ചില ആളുകൾക്ക്, മനുജാതയ, മനുഷ്യർക്ക് മാത്രമേ ധാർമ്മിക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകണം എന്ന ശ്രേയ, ധാർമ്മിക കാര്യത്തെ ഈഹന്തേ വൈ, ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രമാണ് ഈ ലോകത്ത് തെറ്റ് ചെയ്യുന്നതിൽ ഒരു ലജ്ജയുള്ളൂ. അങ്ങനെ ചെയ്യരുത് എന്ന തോന്നൽ വരുന്നത് തന്നെ വളരെ അപൂർവം ആളുകൾക്കാണ്. മൺതരികൾ പോലെ അസംഖ്യം ജനങ്ങളുണ്ടെങ്കിലും ഇത്തരം ധാർമ്മിക കാര്യങ്ങളിലുള്ള താല്പര്യം വളരെ കുറച്ചു പേർക്കാണ്. അതേസമയം ധാർമ്മികന്മാരായിരിക്കാം, പക്ഷെ അത്തരത്തിലുള്ളവർ എല്ലാവരും ഈശ്വരൻ എന്ന സത്യത്തിൽ വിശ്വസിക്കണം എന്നില്ല. നേരെ തിരിച്ചുമാകാം. ധാർമ്മികരൊന്നും ആയിരിക്കില്ല, പക്ഷെ അവർക്ക് ഈശ്വരനിൽ വിശ്വാസവും ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നുമല്ല കാര്യം, ഇവർക്ക് ആ സത്യത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള മനസ്സുണ്ടോ എന്നതാണ്. 4-ാമത്തെ ശ്ലോകം. പ്രായഃ മുമുക്ഷവഃ തേഷാം കേചന ഏവ ദ്വിജോത്തമ, മുമുക്ഷൂണാം സഹസ്രേഷു കശ്ചിൻ മുച്യേത സിദ്ധതി. ഇപ്പോൾ ഈ പറഞ്ഞ തേഷാം, ധർമ്മനിഷ്ഠയുള്ളവരുടെ ഇടയിൽ, പ്രായഃ മിക്കവാറും, കേചന ഏവ ചിലർ മാത്രമാണ്, മുമുക്ഷവഃ മോക്ഷാർത്ഥികൾ. ഹേ ദ്വിജോത്തമ, അല്ലയോ ബ്രാഹ്മണോത്തമ, ഈ മോക്ഷാർത്ഥികളിൽ തന്നെ മുമുക്ഷൂണാം സഹസ്രേഷു കശ്ചിത്, 1000-ൽ ഒരുത്തൻ മാത്രമാണ്, മുച്യേത, ഏറ്റവും നമ്മെ ഇവിടെ ബന്ധിച്ചിരിക്കുന്ന ഏഷണാത്രയത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നുള്ളൂ. അവനാണ് സിദ്ധ്യതി, അവൻ സിദ്ധനായി തീരുന്നു. ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഒരു പക്ഷേ ഉപേക്ഷിച്ചേക്കാം. സുഹൃത്തുക്കളുമായുള്ള ബന്ധം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബന്ധുക്കൾ, അങ്ങനെ കുറച്ച് അകലെയുള്ള ബന്ധുക്കൾ, ഇപ്പോൾ വിവാഹം പോലെയുള്ള അത്തരം ചടങ്ങുകളിൽ മാത്രം കണ്ട് പരിചയിക്കുന്ന ബന്ധുക്കളുണ്ട്, അതിനുവേണ്ടി മാത്രം കൂടിച്ചേരുന്ന ബന്ധുക്കൾ. അവരോടൊന്നും നമുക്ക് ഉള്ളിലൊരു ആസക്തി, അതായത് അറ്റാച്ച്മെന്റ് വരണം എന്നില്ല. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ ആ അറ്റാച്ച്മെന്റ് എങ്ങനെയൊക്കെ മുറിച്ചു മാറ്റാൻ പോയാലും നമുക്ക് പറ്റാത്ത ഒന്നാണ് ഈ ഏഷണാത്രയങ്ങൾ. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഇനി ഒരു പക്ഷേ ആദ്യത്തെ 2, അതായത് മക്കളോടുള്ള അറ്റാച്ച്മെന്റ്, അത് ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടിയൊക്കെ കിട്ടുമ്പോൾ കുറച്ചൊക്കെ മാറിപ്പോയെന്നും വരാം. അതുപോലെ ധനത്തിനോടുള്ള ആസക്തി, അതും ചിലപ്പോഴെങ്കിലും മാറാം. പക്ഷെ ഈ ലോകേഷണ, അത് മോക്ഷാർത്ഥികൾക്കും സംഭവിക്കാറുണ്ട്. തന്നെ ആളുകൾ ശ്രദ്ധിക്കണം, തന്നെ ആളുകൾ അംഗീകരിക്കണം എന്ന ഒരു ചിന്ത മോക്ഷാർത്ഥികൾക്ക് പോലും വിനയാകാറുണ്ട്. ആ ഒരു ബന്ധനത്തിൽ നിന്ന് മുക്തരാകാൻ കഴിയുമ്പോൾ മാത്രമാണ് അവൻ സിദ്ധനായി തീരുന്നത്. അത് വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഈ പറഞ്ഞ ഏഷണാത്രയത്തിൽ നിന്നൊക്കെ മുക്തനായി മോക്ഷാർത്ഥിയായിട്ട് ഒരുപാട് കാലം ജീവിക്കുന്നുവെങ്കിൽ പോലും അവർക്ക് പോലും ദുർലഭമാണ് പരമപ്രേമമായ ആ ഭക്തി കൈവരിക്കുക എന്നത്. അത്രയും ദുർലഭമാണ് ഭക്തി. അതാണ് 5-ാമത്തെ ശ്ലോകം. മുക്താനാം അപി സിദ്ധാനാം നാരായണപരായണഃ സുദുർലഭഃ പ്രശാന്താത്മാ കോടിഷു അപി മഹാമുനെ. അല്ലയോ മഹാമുനെ, മുക്താനാം, ഏഷണാത്രയത്തിൽ നിന്ന് മോചനം നേടിയ സിദ്ധാനാമപി, സിദ്ധന്മാർ, അതിന് 1 കോടി ഉണ്ട് എന്ന് കരുതുക. നമുക്കൊരു
കണക്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്രയും ഉണ്ടെങ്കിൽ പോലും തികച്ചും പ്രശാന്താത്മ, ശാന്തചിത്തനായിട്ട് ശരിക്കും ഒരു യോഗിയുടെ അവസ്ഥയിൽ എത്തിച്ചേർന്ന ആ നാരായണ പരായണ, ഭഗവാനിൽ ആസക്തനായി തീർന്ന പരമഭക്തൻ സുദുർലഭ, അത്രയും ദുർലഭമാണ്. ചിലപ്പോൾ സിദ്ധന്മാരെ കണ്ടേക്കാം, പക്ഷെ ഭക്തന്മാർ അത്രയും ദുർലഭമാണ്. മുനിമാർക്ക് പോലും, അതും വെറുതെ ഇരിക്കുക എന്ന് വെച്ചാൽ കൂടുതൽ ലോക വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുന്ന മുനിമാർക്ക് ഒരു പക്ഷേ ശാന്തരായിരിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ ഇവിടെ വൃത്രാസുരൻ എന്താണ് ചെയ്തത്? യുദ്ധമുഖത്ത് വെച്ചാണ് ഭഗവാനോടുള്ള തൻ്റെ ഭക്തി പ്രകടിപ്പിച്ചത്. അതാണ് പരീക്ഷിത്തിനെ അതിശയിപ്പിച്ചത്. 6-ാമത്തെ ശ്ലോകം. വൃത്രഃ തു സഹ കഥം പാപഃ സർവലോക ഉപതാപനഃ ഇത്തം ദൃഢമതിഃ കൃഷ്ണ ആസേത് സംഗ്രാമ ഉൽബണേ. സർവലോക ഉപതാപനഃ, സകല ലോകങ്ങൾക്കും സന്താപം വളർത്തിയവനും, പാപഃ, പാപിയും ആയിരുന്ന, അത് ആസുരിക ജന്മം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മുജ്ജന്മത്തിൽ പാപിയായിരിക്കും. അതുകൊണ്ടാണ് ആസുരിക ജന്മം ലഭിക്കുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടാണ് പാപി എന്ന് വൃത്രാസുരനെ വിളിക്കുന്നത്. അങ്ങനെയുള്ള സഹവൃത്രഹതു, ആ വൃത്രാസുരനാകട്ടെ, ഉൽബണെ, അത്യുഗ്രമായ സംഗ്രാമി, യുദ്ധമധ്യത്തിൽ വെച്ച് കൃഷ്ണേ, ഭഗവാൻ കൃഷ്ണനിൽ അഥവാ നാരായണനിൽ, ഇത്തം ദൃഢമതിഹി, ഈ വിധത്തിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയവനായിട്ട്, കഥം ആസേത്, എങ്ങനെ അവന് ഇത്ര ഗംഭീരമായി ഉലയാതെ, മനസ്സ് ഒരു തരി പോലും ചഞ്ചലമാകാതെ ഇങ്ങനെ ധീരനായിട്ടിരിക്കാൻ അവൻ എങ്ങനെ സാധിച്ചു? ചില ആളുകളുടെ പ്രവൃത്തി കാണുന്നത് മറ്റുള്ളവർക്കൊരു സന്തോഷത്തെ തരാറുണ്ട്. അപ്പോൾ ഇവിടെ യുദ്ധത്തിൽ ഇന്ദ്രൻ ശത്രുവായിരുന്നിട്ട് പോലും ആ ഇന്ദ്രനെ പോലും സന്തോഷിപ്പിച്ച ഒരു പ്രവൃത്തിയായിരുന്നു, യുദ്ധമായിരുന്നു വൃത്രാസുരൻ്റേത്. അതാണ് ഇവിടെ ചോദിക്കുന്നത് 7-ാമത്തെ ശ്ലോകം. അത്ര നഹ സംശയോ ഭൂയാൻ ശ്രോതും കൗതൂഹലം പ്രഭോ യഹ പൗരുഷേണ സമരേ സഹസ്രാക്ഷം അതോഷയത്. അത്ര, ഈ ഒരു കാര്യത്തിൽ, നഹ, ഞങ്ങൾക്ക്, അതായത് ഇത് കേൾക്കാനിരിക്കുന്ന എനിക്കും കൂടെ കുറെ ആളുകളുണ്ടല്ലോ ഇതൊക്കെ കേൾക്കാൻ, അപ്പൊ ഞങ്ങൾക്കൊക്കെ ഭൂയാൻ സംശയ പ്രഭോ, വളരെയധികം സംശയമുണ്ട്. എങ്ങനെ ഒരു യുദ്ധമുഖത്ത് വെച്ച് ഇത്രയും ആത്മവിശ്വാസത്തോടെ വൃത്രാസുരൻ ഭക്തിയോടെ സംസാരിച്ചു? ശ്രോതും, അത് കേൾക്കുവാൻ കൗതൂഹലം, കൗതുകം തോന്നുന്നു. യഹ, ആ ഒരു വൃത്രൻ, പൗരുഷേണ, തന്റെ പരാക്രമത്താൽ, സമരേ, യുദ്ധത്തിൽ, സഹസ്രാക്ഷം, ഇന്ദ്രനെ അതോഷയത്, സന്തുഷ്ടനാക്കി, ശത്രുവിന് പോലും മതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ യുദ്ധം ചെയ്യുക, അങ്ങനെ ശത്രുവിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക, അവനിൽ ഒരു ബഹുമാനമുളവാക്കുക, അതും ഈ വൃത്രാസുരൻ ചെയ്തു. അപ്പോൾ എത്രമാത്രം ഒരു മഹാത്മാവാണ് വൃത്രാസുരൻ എന്ന് ആ യുദ്ധമുഖത്ത് വെച്ച് അദ്ദേഹം തെളിയിച്ചു. ഇതിനൊക്കെ എന്താണ് കാരണം? ഇതിനിടയിൽ സൂതൻ പറയുന്നതായിട്ട് പറയുന്നു. സൂത ഉവാച, അതായത് പരീക്ഷത്തിന്റെ ഈ ചോദ്യത്തിനെ ശുകബ്രഹ്മർഷി പ്രശംസിച്ചു എന്നത് സൂതനാണ് പറയുന്നത്. 8-ാമത്തെ ശ്ലോകം. പരീക്ഷിതഃ അഥ സംപ്രശ്നം ഭഗവാൻ ബാദരായണിഃ നിശമ്യ ശ്രദ്ധാനസ്യ പ്രതിനന്ദ്യ വചഃ അബ്രവീത്. അഥ അനന്തരം ഭഗവാൻ ബാദരായണിഃ, ബാദരായണപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷി, ശ്രദ്ധാനസ്യ, ശ്രദ്ധാലുവായിട്ടാണ് പരീക്ഷിത്ത് കഥ കേൾക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ കഥ കേൾക്കുന്ന ഒരാൾക്ക് മാത്രമേ സന്ദർഭത്തിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ശ്രദ്ധാലുവായ പരീക്ഷിത് രാജാവിന്റെ സംപ്രശ്നം, ആ സന്ദർഭത്തിന് ഉചിതമായ ചോദ്യത്തെ നിശമ്യ, കേട്ടിട്ട്, പ്രതിനന്ദ്യ, അഭിനന്ദിച്ചു. അതും ഒരു ഗുരുനാഥൻ
അല്ലെങ്കിൽ ആരാണോ കഥ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യണം. അപ്പോൾ കൂടുതൽ ശ്രദ്ധാലുവാകും. കാരണം അഭിനന്ദനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു എന്നത് എൻ്റെ ഗുരുവിന് മനസ്സിലായി എന്നത് ആ ശിഷ്യനിൽ ഒരു കൗതുകം അല്ലെങ്കിൽ ആ കഥ കേൾക്കാനുള്ള ഔത്സുക്യം വളർത്തും. അങ്ങനെ അഭിനന്ദിച്ച ശേഷം വചഃ അബ്രവീത്, അതിന് ഉത്തരം പറഞ്ഞു. ശ്രീ ശുക ഉവാച, ശുകബ്രഹ്മർഷി പറയുന്നു, 9-ാമത്തെ ശ്ലോകം. ശൃണുഷ്വ അവഹിതോ രാജൻ ഇതിഹാസം ഇമം യഥാ ശ്രുതം ദ്വൈപായന മുഖാത് നാരദാത് ദേവലാത് അപി. ഹേ രാജൻ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഇമം ഇതിഹാസം, ഒരു പൂർവ ചരിത്ര കഥ, അവഹിത ശ്രദ്ധയോടുകൂടി യഥാശൃണുഷ്വ വേണ്ട വിധത്തിൽ കേട്ടുകൊണ്ടാലും. ഇനി നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിനൊരു പ്രമാണം ഉണ്ടാകുമ്പോഴാണ് ആ കഥയ്ക്കൊരു ആധികാരികത ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എവിടെയോ കേട്ട് മറന്നത് എന്ന് പറയുന്നതിനേക്കാളും ആധികാരികമായി പറയുകയാണ്, ഇത് ഞാൻ ദ്വൈപായന മുഖാത്, എൻ്റെ അച്ഛനും ഗുരുനാഥനുമായ വേദവ്യാസരുടെ മുഖത്ത് നിന്നും, അതുപോലെ തന്നെ ഈ കഥയെ ഞാൻ പിന്നീട് നാരദരിൽ നിന്നും, ദേവലാത്ത് ദേവലമുനിയിൽ നിന്നും അപിശ്രുതം കേൾക്കപ്പെട്ടതാകുന്നു. അതുകൊണ്ട് ഈ കഥയ്ക്കൊരു ആധികാരികതയുണ്ട്. ഇതൊരു ഇതിഹാസം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്നു. 10-ാമത്തെ ശ്ലോകം. ആസീത് രാജ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ ചിത്രകേതുഃ ഇതി ഖ്യാതോ യസ്യ ആസീത് കാമധു മഹി. ഹേ നൃപ, രാജാവേ, ശൂരസേനേഷു, ശൂരസേനം എന്ന രാജ്യത്തിൽ സാർവഭൗമഃ ചക്രവർത്തിയായി ചിത്രകേതുഃ ഇതി ഖ്യാതഃ, ചിത്രകേതു എന്ന പേരിൽ വിഖ്യാതനായ ഒരു രാജാവ് ആസീതുവൈ ഉണ്ടായിരുന്നു പോലും. മാത്രമല്ല യസ്യ ഈ ചിത്രകേതുവിന് മഹി ആ ഭൂമി കാമധുക് ആശിച്ചതെല്ലാം ചുരന്നുകൊടുക്കുന്ന കാമധേനുവായി ആസീത് ഭവിച്ചിരുന്നു. അപ്പോൾ അത്രയും സമ്പദ് സമൃദ്ധമായിരുന്നു ആ രാജ്യം. ആ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് ജീവിച്ചു വന്ന ഒരു രാജാവായിരുന്നു ചിത്രകേതു. 11-ാമത്തെ ശ്ലോകം. തസ്യ ഭാര്യാ സഹസ്രാണാം സഹസ്രാണി ദശാഭവൻ സാന്താനികഃ ച അപി നൃപോ ന ലേഭേ താസു സന്തതിം. തസ്യ അദ്ദേഹത്തിന് ഭാര്യാ സഹസ്രാണാം ദശസഹസ്രാണി, ഭാര്യമാർ 1000-ന്റെ 10,000 ഗുണിതം എന്ന് വെച്ചാൽ ഏകദേശം 1 കോടി എന്നാണ്. അപ്പോൾ ചക്രവർത്തി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ചക്രവർത്തി എന്ന് പറയുമ്പോൾ ഭൂമണ്ഡലം മുഴുവൻ എന്ന രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഭാര്യമാർ, അതായത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭൂമണ്ഡലത്തിൻ്റെ ഓരോ ഭാഗത്തും ഒരുപാട് ഭാര്യമാർ എന്ന രീതിയിലാണ് ഇത്രയും ഭാര്യമാർ എന്ന് പറയുന്നത്. ഭാഗവതത്തിലെ ഓരോ കഥകൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ചില സമാധി ഭാഷകളുണ്ട്. അതായത് അതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഈ കഥാരൂപത്തിൽ പറഞ്ഞു തരുന്നത് തികച്ചും അജ്ഞാനത്തിലിരിക്കുന്ന ആളുകൾക്ക് രസിച്ച് കഥ കേട്ട് അതിലൂടെ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒരേ സമയം ഭാഗവതം പരമഹംസന്മാർക്ക് കൂടി ഉള്ളതാണ്. അതുകൊണ്ടാണ് ശുകബ്രഹ്മർഷി സർവ്വതിലും ഈശ്വരനെ കാണാൻ സാധിച്ച പരമഹംസനായ ശുകബ്രഹ്മർഷി ഭാഗവതം പഠിക്കാൻ ആഗ്രഹിച്ചതും അത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകേണ്ട ഒരു വ്യവഹാര ഭാഷയിൽ ഈ കഥ കേൾക്കാം. അതിനും അപ്പുറത്തേക്ക് ഇതിനൊരു സമാധി ഭാഷയുണ്ട്. ആ ഭാഷ പരമഹംസന്മാർക്കുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഭാഗവതത്തെ മനസ്സിലാക്കാൻ. അതായത് ഇതൊക്കെ നടന്നതാണോ എന്നത് ഇതിഹാസം എന്ന് പറഞ്ഞതിലൂടെ നടന്നതാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ നടന്ന കഥയിലും നമ്മുടെയൊക്കെ ജീവിതത്തിനും സത്യം പറഞ്ഞാൽ
ഓരോരുത്തരുടെ ജീവിതം എടുത്താലും അതിനൊക്കെ ഉള്ളിൽ ഒരു സമാധി ഭാഷയുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ഒരു തത്വം ഈ ലോകത്തിന് മനസ്സിലാക്കാനുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ വിജയം കൈവരിച്ച ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ പഠിക്കാറുണ്ട്. വലിയ കോടീശ്വരനായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളുടെ ജീവിതം ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതിനർത്ഥം എന്താണ്? ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ഒരു ഗുണപാഠം, അതാണ് സമാധി ഭാഷ. ആ ഗുണപാഠം നമ്മൾ പഠിക്കാനുണ്ട്. അല്ലാതെ നമുക്കൊരിക്കലും ആ വ്യക്തിയാവാനൊന്നും സാധിക്കില്ല. മറിച്ച് അതിലൂടെ ഉള്ള ഒരു ഗുണപാഠം നമ്മളിലേക്ക് നമ്മൾ പ്രയോഗിച്ചാൽ ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. അതിനാണ് ഈ സമാധി ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രകേതു എന്ന് പറയുന്നതിലും ചിത്രകേതുവിൻ്റെ കോടിക്കണക്കിന് ഭാര്യമാർ എന്ന് പറയുന്നതിനും ഉള്ള ഒരു സമാധി ഭാഷ, ഈ ചിത്രകേതു നമ്മളൊക്കെയാണ്. അതായത് വിഷയങ്ങളുടെ ചിത്രങ്ങൾ ആരുടെ ഹൃദയത്തിൽ അധികമുണ്ടോ അവർ ചിത്രകേതു. അപ്പോൾ എത്രയധികം വിഷയങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു 2 സെക്കൻഡ് ഇരുന്നാൽ മതി, 2000 ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടും. അപ്പോൾ നമ്മളാണ് ചിത്രകേതു. 1 കോടി റാണിമാർ എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന വിഷയവൃത്തികൾ, അത് 1 കോടിയിലധികം എന്ന രീതിയിലാണ്. ഇതൊരു സമാധി ഭാഷയാണ്. ഈ സമാധി ഭാഷയും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ആ കഥ നമ്മെ ചിലത് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സമാധി ഭാഷയിലൂടെ നമുക്ക് നമ്മെ തിരിച്ചറിയാനും സാധിക്കും. അതിനും കൂടെയാണ് ഭാഗവതം പഠിക്കുന്നത്. അപ്പോൾ ഇനി കഥാരൂപത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിത്രകേതുവിന് ഈ 1 കോടി ഭാര്യമാർ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ സാന്താനികഹാച്ച അഭി, സന്താനോൽപാദനത്തിന് ശേഷിയുള്ളവരും ആയിരുന്നു. അതായത് അവർക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പറയുന്നത് പോലെ കുട്ടികൾ ജനിക്കായികയൊന്നുമില്ല. എന്നിട്ടും എന്തോ ഒരു കാരണത്താൽ താസു സന്തതിം ന ലേഭേ, അവരിൽ സന്തതിയെ ലഭിച്ചില്ല. അപ്പോൾ 1 കോടി റാണിമാരുണ്ടായിട്ടും ഒരാളിൽ പോലും ഒരു കുഞ്ഞ് ജനിച്ചില്ല. 12ാമത്തെ ശ്ലോകം. രൂപ ഔദാര്യ വയോ ജന്മ വിദ്യ ഐശ്വര്യ ശ്രിയാദിഭിഹി സമ്പന്നസ്യ ഗുണൈഹി സർവൈഹി ചിന്ത വന്ധ്യാപതേഹേ അഭൂത്. ഇവിടെ ചിത്രകേതു നമ്മൾ ഓരോ മനുഷ്യരുടെയും പ്രതിനിധിയായിട്ട് കാണാം. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിന് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മക്കളില്ല എന്നത് മാത്രമാണ്. പക്ഷേ നമ്മളൊക്കെ അങ്ങനെയാണ്. വേറെ എന്തുണ്ടോ അതൊന്നും പിന്നെ കാണുകയില്ല. അപ്പോൾ ഇവിടെ രാജാവിൻ്റെ ഒരു ഐശ്വര്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ഭൂമി മുഴുവൻ സമ്പദ് സമൃദ്ധമാണ്, ചക്രവർത്തിയുമാണ്. അത് കിട്ടാൻ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും രാജാവിന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇനി ഇദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എന്താണ്? രൂപം, സൗന്ദര്യം, ഔദാര്യം, ദാനശീലം, ശ്രിയാദിഭിഹി, യുവത്വം, വംശമഹിമ, വിദ്യാഭ്യാസം, പ്രഭുത്വം, സമ്പത്ത് എന്ന് തുടങ്ങി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള സർവൈഹി ഗുണൈഹി, എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളെ കൊണ്ടും സമ്പന്നസ്യ, മികച്ചു നിൽക്കുന്ന വന്ധ്യാപതേഹേ. പക്ഷേ ഇവിടെ ഭാര്യമാരാരും പ്രസവിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ വന്ധ്യാപതി എന്ന് വിളിച്ചു. അങ്ങനെ ഒരു മകനില്ല എന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞില്ല എന്ന ചിന്ത അഭൂത്, മനോവിചാരം ഏർപ്പെട്ടു. അപ്പോൾ ഈ രാജാവ് എന്താണ് ചിന്തിക്കുന്നത്? ഇത്രയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊരു കുഞ്ഞില്ല. എന്നാൽ കുഞ്ഞുങ്ങളുള്ള, ജീവിക്കാൻ വലിയ നിവൃത്തിയൊന്നുമില്ലാത്തവരോ? എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ, സമ്പത്തില്ലെങ്കിൽ എന്താ, കുഞ്ഞുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിക്കുമോ? ഇല്ല. അതാണ് മനുഷ്യരുടെ ഒരു പ്രശ്നം. ഇനി ഇതെല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുക. കുഞ്ഞുണ്ട്, സമ്പത്തുണ്ട്. സമ്പത്ത് എന്ന് വെച്ചാൽ കോടികളൊന്നും അല്ലെങ്കിലും ആവശ്യത്തിനുണ്ട്. എന്നാലും എന്തൊക്കെയോ ഒരു പ്രശ്നം അവരെ അലട്ടും. ഇതാണ് നമ്മുടെ
ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചിത്രകേതുവിൻ്റെ പ്രതിനിധികളാണെന്ന് പറയാൻ കാരണം ഇതാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.